ഹായ്. പി ആർ പി ഇഞ്ചെക്ഷൻസ് കുറെ കേൾക്കുന്ന കാര്യങ്ങളല്ലേ? അതെന്താണെന്ന് മനസ്സിലാക്കാൻ നോക്കാം. നമ്മുടെ തന്നെ ബ്ലഡ് എടുത്ത് അതിനെ ഫിൽറ്റർ ചെയ്ത് അതിൽ നിന്നൊരു എക്സ്ട്രാക്ട്, നമ്മുടെ ബ്ലഡിൽ ഭയങ്കര ഹീലിംഗ് പ്രോപ്പർട്ടീസ് ഉള്ള കുറേ സാധനങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിൽ എപ്പോഴും മുറിവുകളൊക്കെ ഉണ്ടാകുന്നതാണ്, നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം. ആ മുറിവുകളെ ഹീൽ ചെയ്യുന്നത് നമ്മുടെ ഗ്രോത്ത് ഫാക്ടേഴ്സാണ്, സൈറ്റോകീൻസ്, ഇന്റർലൂക്കിൻസ്, അതൊക്കെയാണ്. ആ സാധനം നമ്മൾ ബ്ലഡ് എടുത്തിട്ട് അതിനെ റിഫൈൻ ചെയ്ത് അത് മാത്രം പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ, അതാണ് ഈ പി ആർ പി. അതിനെ നമ്മൾ എടുത്ത് അത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമ്മുടെ ഇഞ്ചുറീസ് ഉള്ള സ്ഥലങ്ങളിലോ വല്ലതും ഇഞ്ചെക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ പി ആർ പി ഇഞ്ചെക്ഷൻ എന്ന് പറയുന്നത്. അത് എവിടെയാണ് യൂസ് വരുന്നതെന്ന് പറയാം. അപ്പം പല ഫീൽഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഡെർമറ്റോളജി, ഗൈനക്കോളജി, പ്ലാസ്റ്റിക് സർജറി, അവരെല്ലാം അവരുടേതായ ആവശ്യങ്ങൾക്ക് എടുത്തും ഹീലിംഗ് പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട് ഹീൽ ചെയ്യാനും റീജനറേറ്റ് ചെയ്യാനും ഒക്കെ അത് യൂസ് ചെയ്യുന്നുണ്ട്. ഓർത്തോയിൽ എങ്ങനെ യൂസ് വരുന്നു എന്ന് വെച്ചാൽ, ഇപ്പം സ്പോർട്സ് ഇഞ്ചുറീസ് വരുന്നു, നമുക്കൊരു ഇഞ്ചുറി, ഒരു ലിഗമെന്റിൽ ഒരു ഇഞ്ചുറി വരുന്നുണ്ട്. അത് നമ്മൾ ഒരു പരിധി വരെ നമ്മൾ ഫിസിയോതെറാപ്പിയും ഇതും വെച്ചുകൊണ്ട് നമുക്ക് ഇനീഷ്യൽ സ്റ്റേജസ് ആണെങ്കിൽ നോക്കാം. അതിനും അപ്പുറം താണ്ടി അതിന് ഇഞ്ചുറീസും പെയിനും അതൊക്കെ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അതിന് ഹീലിംഗ് ഫാക്ടർ എന്ന് ഹീൽ ചെയ്യാൻ ഒരു ഓഗ്മെന്റേഷൻ അല്ലെങ്കിൽ ഒരു സഹായം എന്നുള്ള നിലയിൽ പി ആർ പി ഇഞ്ചക്ഷൻസ് കൊടുക്കും. ടെന്നീസ് എൽബോ ഉണ്ട്, ജമ്പേഴ്സ് നീ എന്ന് പറയുന്നതുണ്ട്, ഷോൾഡറിലുള്ള റൊട്ടേറ്റർ കഫ് ടെൻഡിനോസിസ്, റൊട്ടേറ്റർ കഫ് നീര് വെച്ചിരിക്കുക അല്ലെങ്കിൽ സ്പാസത്തിൽ ലൈക്ക് പെയിൻ അടിച്ചിരിക്കുക, അവിടെയൊക്കെ ഫിസിയോതെറാപ്പി പ്ലസ് പി ആർ പി ഇഞ്ചക്ഷൻ, ദെൻ കണ്ടിന്യൂ ഫിസിയോതെറാപ്പി, ആ ഒരു പ്രോസസ്സിൽ പോകും. പിന്നെ ചില സമയം ഇഞ്ചുറീസ് കൂടും, ലൈക്ക് ഇഞ്ചുറീസ് ഭയങ്കര ഇതായിരിക്കും, അവിടെ പി ആർ പി മാത്രം കൊണ്ട് ചിലപ്പോൾ പറ്റില്ല. ഇപ്പം ജോയിൻറ്റിന് ആർത്രൈറ്റിസ് ആണ്, ഏർലി നമുക്ക് പി ആർ പി ഇഞ്ചക്ഷൻസ് കൊടുത്തിട്ട് പിന്നെ ഫിസിയോതെറാപ്പിയിലേക്ക് കുറച്ചൊന്ന് ഹീലായി അത് വെച്ചുകൊണ്ട് അത് ഉപയോഗിച്ച് നമുക്ക് ഫിസിയോതെറാപ്പികളും ഇതൊക്കെ ചെയ്ത് കുറച്ചൊന്ന് മാനേജ് ചെയ്യാൻ പറ്റിയിരുന്നു. പക്ഷേ ആ പെർട്ടിക്കുലർ ജോയിൻറ്റിലെ ആർത്രൈറ്റിക് ചേഞ്ചസ് അല്ലെങ്കിൽ തേയ്മാനം കൂടിയിട്ടുണ്ടെങ്കിൽ ഈ പി ആർ പി കൊടുത്തുകൊണ്ട് പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല. തേഞ്ഞു പോയത് ഒരു പരിധി വരെയൊക്കെ ഒരു പാട പോലെ, ഒരു കോട്ടിംഗ് പോലെ വന്ന് അത് ഹീൽ ചെയ്യാൻ സഹായിക്കും എന്നുള്ളതേ ഉള്ളൂ. അവിടെയും ഫിസിയോതെറാപ്പീനെ ചെയ്യാൻ സഹായമായിട്ടൊരു കാര്യമാവും പി ആർ പി. പക്ഷെ നല്ല തേയ്മാനം വന്നിടത്ത് ഈ പി ആർ പി വന്നു. അപ്പോൾ അവിടെ സർജറീസും റീപ്ലേസ്മെൻറ്റ്സും ഒക്കെ ആയിരിക്കും സജഷൻ ചെയ്യുന്നത്. അത് മുട്ടിൻ്റെ കാര്യത്തിൽ, ഷോൾഡറിലും വള്ളി കയറിയിട്ടുണ്ട്, പൂർണ്ണമായി കയറിയ വള്ളിയെ പി ആർ പി കൊണ്ട് റിപ്പയർ ചെയ്യാൻ പറ്റില്ല, അതിനെ തുന്നിക്കെട്ട് തന്നെ വേണ്ടി വരും. ജോയിൻറ്റിനെ പൂർണ്ണമായി തേഞ്ഞു പോയതാണെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്യാൻ തന്നെ വരും. അത് നിങ്ങൾക്ക് താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ എക്സസൈസും ഈ പി ആർ പിയും വെച്ചും ട്രൈ ചെയ്ത് നോക്കാമെന്നുണ്ട്. പക്ഷെ അതിനകത്ത് റിസൾട്ട്സ് ഭയങ്കര കോംപ്രമൈസ്ഡ് ആയി. ഒരു പോയിന്റ് എത്തി, സർജറിക്കായിട്ടുള്ള പോയിന്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സർജറി തന്നെയാണ് ചോയ്സ്. അല്ലാത്തടത്തോളം നമുക്ക് പി ആർ പി ഒരു ഹീലിംഗ് ഫാക്ടർ അല്ലെങ്കിൽ ഹീലിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഫാക്ടറായിട്ട് നമുക്ക് യൂസ് ചെയ്യും. താങ്ക് യു.